ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും വാങ്ങുന്ന ഒരു മീനാണല്ലോ അല്ലേ മത്തി. എന്നുണ്ടാക്കുന്ന സ്ഥിരം മീൻകറി അല്ലെങ്കിൽ മീൻ ഫ്രൈ ആക്കിയത് ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസത്തിൽ ഇന്ന് നമുക്ക് മത്തി കൊണ്ടൊരു സ്പെഷ്യൽ മസാലക്കറി ഉണ്ടാക്കിയാലോ. ഞാൻ കുറെ മുന്നേ മീൻ ഫ്രൈ ചെയ്ത് തേങ്ങാപ്പാൽ ചേർത്ത് വറ്റിച്ചുണ്ടാക്കുന്ന ഒരു മത്തി റോസ്റ്റിന്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. തേങ്ങാപ്പാൽ ചേർക്കുകയും മീൻ പൊരിക്കുകയും ഒന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ എന്നാൽ ടേസ്റ്റിൽ യാതൊരു കുറവും വരാതെ ചോറിലേക്ക് മാത്രമല്ല ചപ്പാത്തി പൊറോട്ട ഇതിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള മത്തി മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അതിനു മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിന്റെ കൂടെ തന്നെ എന്റെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മിസ്സാവാതെ കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്താട്ടോ. ആദ്യം തന്നെ മസാലയിലേക്ക് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കണം. അതിലേക്ക് നമുക്ക് 6 ചുവന്ന മുളക് വേണം. ഇത് അരയ്ക്കാനുള്ള എളുപ്പത്തിന് പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായി ഞാൻ കുറച്ചു നേരം തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. 10 ചുവന്നുള്ളി, 6 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. കറിക്ക് നല്ലൊരു കളർ കിട്ടാനായി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, 2 നുള്ളു ഉലുവ, 3 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ അരയ്ക്കാൻ പാകത്തിന് വെള്ളം. ഇത്രയും ചേർത്ത് ഇത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കൊരു പാത്രം ചൂടാക്കിയതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ മീഡിയം സൈസിലുള്ള 2 സബോള ചെറുതാക്കി ചോപ്പ് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല സോഫ്റ്റ് ആയി വരുന്നതുവരെ നമുക്കൊന്ന് വഴറ്റാം. സബോള നന്നായി വഴന്ന് കളറൊക്കെ ചെറുതായി ചേഞ്ച് ആയി വരാൻ തുടങ്ങിയാൽ നമുക്കിതിലേക്ക് നല്ല പഴുത്ത 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാനായി 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ ഈ കറിയിലേക്ക് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ 2 തക്കാളി മീഡിയം സൈസിലുള്ളത് എടുത്തിട്ടുണ്ട്. കറിയിലധികം പുളി വേണ്ടെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി കേട്ടോ. ഇപ്പൊ തക്കാളി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും റോസ്മലിയും ഒക്കെ നന്നായി മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റാം. ഇപ്പൊ ഈ അരപ്പ് അത്യാവശ്യം മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി 1/4 കപ്പ് വെള്ളം ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് മീൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് സെമി ഗ്രേവി ടൈപ്പിലുള്ള ഒരു മസാലക്കറിയാണ്. ഗ്രേവി അധികം ഇല്ലാതെ വറ്റിച്ച് വെക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ്. അപ്പൊ വെള്ളം വേണമെങ്കിൽ 1.5 കപ്പ് വരെയൊക്കെ ചേർക്കുക. അതിലും കൂടി പോണ്ട കേട്ടോ. ഇനി ഗ്രേവി നന്നായി ഒന്ന് തിളച്ചു വന്നാൽ നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പിലയും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ കഴുകി വൃത്തിയാക്കിയ മീനും ചേർക്കാം. ഞാൻ 1 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. മീൻ ചേർത്ത് കഴിഞ്ഞാൽ കയ്യിലിട്ട് കൂടുതലായി ഇളക്കാതെ പാത്രം ഒന്ന് വറ്റിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ നല്ലത്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് മീനൊന്ന് വേവിക്കാം. അയില, ചൂര അല്ലെങ്കിൽ ഏട്ടമീനൊക്കെ ഇങ്ങനെ മസാല വെറ്റിച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്നു വെച്ച് ഇതിൽ ഗ്രേവി ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ചൂടാറിയാൽ ഒന്നുകൂടെ വറ്റി വരും. അപ്പൊ കറിയുടെ ഒരു ടെക്സ്ചർ ഒക്കെ കണ്ടാൽ തന്നെ അറിയാലോ അല്ലെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും. ഉറപ്പായിട്ട് എല്ലാവർക്കും എപ്പോ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കറിയാണ്. അപ്പൊ ഇനി എന്നും ഒരേ മെത്തേഡിൽ മീൻ കറി വെക്കാതെ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് ചേഞ്ച് ഒക്കെ വരുത്തി കറി വെക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്നവർക്കും കഴിക്കുന്നവർക്കും ഒരു മടുപ്പ് തോന്നില്ല അല്ലേ. മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള മത്തി റോസ്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ആയി തന്നെ അറിയിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരയ്ക്കും. ബൈ, അസ്സലാമു അലൈക്കും.